ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ NS400Z റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഞ്ചിനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതിയിട്ടുണ്ട് 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ള വിത്ത് സ്ലിപ്പർ ക്ലച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഡൊമിനാർ 400 ഓടുന്നതും നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്കിൽ വന്നിരുന്ന സെയിം എഞ്ചിൻ, അതായത് KTM സീരീസിലെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന പവർ എന്ന് പറയുമ്പോൾ ഒരു 39 bhp അറ്റ് 8800 RPM ഒരു 35 Nm ടോർക്ക് അറ്റ് 6500 RPM ആണ് ഇതൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാം റേഡിയേറ്ററൊക്കെ ഉണ്ട്. ഇവിടെ ഫൈബർ പീസൊക്കെ കാണാം, ഒരു കാർബൺ ഫൈബർ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫൈബർ പീസ് ആണ്. അതൊക്കെ വെച്ച് നമ്മുടെ റേഡിയേറ്റർ, ഒരു വലിയ റേഡിയേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 43 mm USD ഫോർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. 17 ഇഞ്ച് അലോയിൽ ഒരു 110 സെക്ഷൻ ടയറാണ് വന്നിട്ടുള്ളത്. ടയർ എന്ന് പറയുമ്പോൾ നമ്മുടെ MRF ടയറാണ് വന്നിട്ടുള്ളത്. ടയറിൻ്റെ കാര്യം ലേശ ശോകമാണ്, അതായത് കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടയർ ശോകമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുക്കുന്നവരെന്തായാലും ടയർ മാറ്റിക്കോ. ഞാൻ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു 320 mm ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബൈബ്രയുടെ കാലിപ്പേഴ്സ് അല്ല വരുന്നത്, ഗ്രിംകയുടെ കാലിപ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. വിത്ത് ഡ്യുവൽ ചാനൽ ABS അങ്ങനെയുള്ള ഒരുവിധമുള്ള എല്ലാ സ്പെക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ ത്രോട്ടിൽ ബൈ വയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം 17 ഇഞ്ച് അലോയിൽ ഒരു 140 സെക്ഷൻ്റെ MRF ടയേഴ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 230 mm ബ്രേക്കാണ് പുറകിൽ വന്നിട്ടുള്ളത്. അത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് പുറകിൽ വന്നിട്ടുള്ളത്. 2 സസ്പെൻഷൻ ഏതാണ്ട് ഒരു സോഫ്റ്റർ സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് കുറച്ചും കൂടി കംഫർട്ട് ഉള്ള രീതിയിലാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയാം. സെയിം പുറകിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ NS വരുന്ന സെയിം ഒരു ടൈൽ ലൈറ്റ് യൂണിറ്റ് ഒക്കെ തന്നെയാണ് പുറകിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം സെയിം ടൈൽ ലൈറ്റ് തന്നെയാണ്. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ളി LED ആണ് വന്നിട്ടുള്ളത്. അതായത് ഇതിലായാലും ടൈൽ ലൈറ്റ് ആയാലും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുള്ള എല്ലാം LED ആണ്. പിന്നെ കുറച്ച് ഈ ഒരു സ്റ്റേ കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് പുറകിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്നില്ല. കാരണം പുറകിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു സ്കിഡ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ചൊറിയാമെന്ന് നോക്കിക്കഴിഞ്ഞാലോ ഒരു NS പോകുന്നെന്ന് പറഞ്ഞ് ചൊറിയാൻ വരുമ്പോൾ ഈ ഒരു സൈഡ് വരുമ്പോഴായിരിക്കും അവർക്ക് അത്യാവശ്യം ഈ ഒരു സൈഡ് കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് NS തന്നെയാണ്. നിങ്ങൾക്ക് ആണെങ്കിൽ ആ NS400 എന്ന് പറഞ്ഞാൽ ലോക്ക് വലിച്ചു ഊരിക്കോ. അതായത് പണ്ട് ഡ്യൂക്ക് 390 നിങ്ങൾ ചെയ്തിട്ടുള്ള 125 സ്റ്റിക്കർ വയ്ക്കും പോലത്തെ സെയിം ആണ് ഇതിൽ. NS200 ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 250 ഒക്കെ വന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സാധനം എല്ലാം ഇതിലുണ്ട്. കൊടുക്കേണ്ടത് അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ പാക്കേജാണ് വന്നിട്ടുള്ളത്. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പവർഫുൾ പാക്കേജാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടിയുടെ വേണമെങ്കിൽ പറയാം ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് വണ്ടി, അതുപോലെ തന്നെ മാരക പവറും തരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ അറിയാം. ഫ്രണ്ടിലത്തെ ലുക്ക് ഞാൻ കിയോണായി കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ ലുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, നമുക്ക് കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്നല്ലാണ്ട്. ബട്ട് നൈറ്റ് ആണെങ്കിൽ ഇതിന് നല്ല ഒരു പ്രകാശമുണ്ട്. നമുക്കിത് യൂസ്ഫുൾ സാധനത്തൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മോഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ട് കുറച്ചും കൂടി ലുക്ക് ഉണ്ടാക്കും. അത് നമുക്ക് ഫ്രണ്ടിൽ ഞാൻ പറയാൻ വിട്ടു, എല്ലാം LED ഇൻഡിക്കേറ്റേഴ്സും ബാക്കി എല്ലാം LED ആണ് വരുന്നത്. ഇവിടെ ഒരു പ്രൊജക്ടർ ലൈറ്റ് സെറ്റപ്പാണ് വരുന്നത്. ഈ പ്രൊജക്ടറിൽ തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വരുന്നത്. ഇവിടെ ഒരു DRL ഓപ്ഷനും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ. സ്വിച്ച് ഗിയേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെയിം നമ്മുടെ NS200 വരുന്ന സെയിം ഒരു ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സാണ് വരുന്നത്. സെയിം ടൈപ്പ് എന്നേ പറഞ്ഞുള്ളൂ, സെയിം ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു സെയിം ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സാണ് വരുന്നത്. അതായത് ഡിമ്മും ബ്രൈറ്റും ഇങ്ങനെയാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത് പാസ്, ഇത് ഡിമ്മ്, ഇത് ബ്രൈറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. അടുത്ത റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹസാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ലൈറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു അതായത് ഒരു ഹൈലൈറ്റ് എന്നൊക്കെ വേണ്ടി പറയാൻ വേണ്ടിയുള്ളത് നമുക്ക് ഈ ഒരു വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ലിവർ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ 2 ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇപ്പോഴും അഡ്ജസ്റ്റബിൾ ലിവറും അങ്ങനത്തെ കാര്യമൊക്കെ തരുന്ന ഒറ്റ ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ബജാജ് ആയിരിക്കും. ബാക്കി ഒരു വണ്ടിക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. RTR ഉണ്ട് കേട്ടോ, RTR എനിക്കറിയാം. ഇപ്പോൾ RTR കമൻറ്റ് ചെയ്യും, അത് 200 ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ. അത് നമുക്ക് വണ്ടിയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാൻ വിട്ടു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഒരു 164 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഫോണും കുറച്ചും കൂടി കൂടുതലുണ്ട് കേട്ടോ. ഒരു ഫോൺ ഇരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ റോഡിൽ കൂടിയൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അടിയിലായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബെൻഡ് വൈപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയാൻ കാരണം. സൈഡിൽ കൂടിയായിരുന്നു പണ്ടത്തെ വണ്ടികളെ പോലെ, അതായത് ഡ്യൂക്കിലൊക്കെ പോലെ സൈഡിൽ കൂടിയാണ് നമ്മുടെ പൈപ്പിങ് പോയിരുന്നത്. കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു എക്സോസ്റ്റ് കാണാം. എക്സോസ്റ്റൊക്കെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് ഞാൻ ക്വാളിറ്റി ഇഷ്യൂസിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യമെല്ലാം പറയാം. ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം എനിക്ക് അതായത് ഓക്കേഷൻ എന്നേ പറയാം, ഒരു ഭയങ്കര പ്രീമിയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സാധനത്തിൻ്റെ നിങ്ങൾ ക്വാളിറ്റി ഇഷ്യൂ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ബട്ട് സാധനം മേടിച്ചതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നൈസ് പെർഫോമൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നിങ്ങളിത് ഓടിച്ച് നോക്കുക. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതിൽ എനിക്ക് ഇത് ബെസ്റ്റ് ഒരു ചോയ്സ് ആയിട്ടാണ് തോന്നിയത്. അതായത് അത്യാവശ്യം പവറുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. മീറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീറ്റർ. ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് ഇതിലെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളും അങ്ങനത്തെ കണക്ടിവിറ്റി എല്ലാം വരുന്നത്, അല്ലാണ്ട് ഒരു LCD ആണ് വരുന്നത്. ആദ്യം തന്നെ ഇവിടെ നമ്മുടെ RPM മീറ്റർ വരുന്നുണ്ട്, ഒരു 9K 12K വരെ കാണിക്കുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മുടെ സ്പീഡുണ്ട്, ഓടോ ഉണ്ട്. ഇതിവിടെ നമ്മുടെ റൈറ്റ് മോഡ്സ് ഉണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെത് ഇവിടെയാണ് ഗേജ് വരുന്നത്. അടുത്ത് നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മീറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പ് ഉണ്ട്. ട്രിപ്പ് ചെയ്യുള്ള സ്പീഡ് ഇവിടെ കാണിക്കും, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു 4 ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. അടുത്ത് നമുക്ക് ഇതിൻ്റെ മോഡൊക്കെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ട്രിപ്പ് എയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്ത് ഇവിടെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വാർണിംഗ് ഉണ്ട്, ഹെഡ് ലൈറ്റിൻ്റെ ഉണ്ട്, ന്യൂട്രൽ ലൈറ്റ്, ABSൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളുണ്ട്. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് വരുന്നത്. റൈഡ് മോഡ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. അത് സ്വിച്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വെഹിക്കിൾ ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വെഹിക്കിൾ ഇൻഫോയിൽ കയറുക, അകത്ത് കയറുക, സെറ്റാണ് ഓക്കെ, അതായത് സെറ്റ് ബട്ടൺ ഓക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെറ്റ് ബട്ടണിനകത്ത് റൈറ്റ് മോഡ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ 4 റൈറ്റ് മോഡ്സ് വരുന്നുണ്ട്: റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്. ഈ 4 മോഡ്സിലും 4 ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. അതായത് റോഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ആണ്, റോഡ് റെയിനും ഏതാണ്ട് എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. ബട്ട് ABSൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ച് വ്യത്യാസമായിരിക്കും. ഓഫ് റോഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ABSൻ്റെ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും, അതുപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസും കുറവാണ്. സ്പോട്ടിൽ എന്ന് പറയുമ്പോൾ ത്രോട്ടിൽ റെസ്പോൺസ് ഹൈ ആയിരിക്കും, കാരണം പക്ക കിട്ടില്ല ത്രോട്ടിൽ റെസ്പോൺസ്. ബട്ട് സ്റ്റിൽ അതൊരു ഞാനിതുമായിട്ട് ഇതിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു RR310 ത്രോട്ടിൽ റെസ്പോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര ഇല്ല, ബട്ട് അതിനൊന്നും ഒരു പൊടിക്ക് താഴെയാണ്. സ്റ്റിൽ അത് നല്ല റെസ്പോൺസ് ഉണ്ട്. റൈറ്റ് മോഡ് മാറ്റാൻ വേണ്ടി നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും റൈറ്റ് മോഡ് മാറ്റാൻ പറ്റും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മീറ്റർ നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ത്രോട്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി, അതിൽ എഴുതി കാണിക്കും, നമ്മൾ അതേപോലെ ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഉണ്ട്, പിന്നെ ഇവിടെ വാർണിങ്സിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ കണക്ടിവിറ്റി, നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ കാര്യം, ട്രിപ്പ്, ബൈക്ക്, അങ്ങനെ കുറേ ചവർ പോൽ സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ അതുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഒരു മീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോൺ ഹോൾഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പ് പോകാനും പറ്റുന്ന ഒരു സാധനമാണ്. അടുത്ത് നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ സീറ്റ് നോക്കട്ടെ. സീറ്റ് എന്ന് പറയുമ്പോൾ ലേശം ക്വാളിറ്റി എനിക്ക് ഇഷ്യൂസ് തോന്നിയിട്ടുണ്ട്. ഡൊമിനാറിൻ്റെ സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പ്രൈസ് റേഞ്ച്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ ഇതെന്ന് പറയുമ്പോൾ ഒരു 390 ആണ്, അതായത് ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ജനറേഷൻ 390 ആണിത്. അതിൽ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 390 ആണ്. ആ ഒരു 390 നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കത്, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബജാജിന് വിചാരിക്കേണ്ട, ബജാജിന് അല്ലെങ്കിൽ വേറെ ഒരു വണ്ടിയും തരാത്ത പ്രൈസ് റേഞ്ചും സ്പെക്കും നിങ്ങൾക്ക് തരയാണ്, എല്ലാം ഉണ്ട്. കുറച്ച് നിങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ, അതായത് ക്വാളിറ്റി ആയാലും, ക്വാളിറ്റി ഭയങ്കര ഷോക്കൊന്നുമല്ല ഞാൻ പറയണത്, ഭയങ്കര കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുക ആരോട്ടോ 390 ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് കുറച്ച് നമുക്കൊരു ഡിഫറൻസസ് വരുന്നത്. നമുക്ക് വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 807 mm സീറ്റ് ഹൈറ്റാണ് വരുന്നത്. ഞാനൊരു 175 ആണ്, അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ബട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, 2 കാലും ഊന്നാൻ പറ്റും. കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞവർക്കായാലും വേറെ വിഷയമൊന്നുമില്ല, കാരണം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 168 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് തന്നെയാണ്. ചരിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നൂത്തെടുക്കാൻ പറ്റുന്ന സ്കീമൊക്കെ തന്നെയാണ് ബൈക്കിന് വരുന്നത്. സോ ഹൈറ്റ് കുറവാണ്, നിങ്ങൾക്ക് ഇത് വണ്ടി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോ നമ്മൾ ഇതിൽ ഒരിക്കലും ഹൈറ്റും വെയിറ്റും നമുക്കിതിനെ മൂവ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു ആവശ്യമില്ല, അതൊരു ഫാക്ടറേ അല്ല. ഓക്കെ, വണ്ടി വൺസ് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല, കാരണം നമുക്ക് ഹൈറ്റ് കുറവാണെന്ന്. നമുക്ക് ആ കൂടി ഫാക്ടേഴ്സ് വരിക എന്താ, നമ്മൾ ഒരിടത്തുനിന്ന് വണ്ടി നിർത്തിയിട്ട് പുറകിലോട്ട് വലിച്ചെടുക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ വരൂ. അതിനും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 174 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 14 ലിറ്റർ ടാങ്കാണ് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ചില ബൈക്സ് നമ്മളെടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ആവത്തില്ല. അതായത് ഡൊമിനാർ 400 കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് സ്റ്റിൽ. പക്ഷേ അതൊരു ഹൈവേയിൽ വരുമ്പോൾ ഡൊമിനാറിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് ആ വെയിറ്റ് ഉള്ളപ്പോൾ. അടുത്ത് നമുക്കിതിൻ്റെ കുറച്ച് ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ, പേഴ്സണലി എനിക്ക് ഈ ഒരു ലുക്ക്, അതായത് ആ ഒരു ലെഫ്റ്റ് സൈഡ് എനിക്ക് ആ സ്വിംഗാം ഇഷ്ടമില്ല, കാരണം അതൊരു ബോക്സ് ടൈപ്പ് സ്വിംഗാമാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടി അലുമിനിയം, കുറച്ച് നമ്മുടെ ഡൊമിനാറിലൊക്കെ വരുന്ന സ്വിംഗാമ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലായിരുന്നു എന്ന് തോന്നി. കാരണം എനിക്കത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ഒരു ബോക്സ് ടൈപ്പ് ആയിരിക്കുന്നത്, എനിക്കത് അത്ര ഒരു ഫേവറായിട്ട് തോന്നിയിട്ടില്ല.
ഈ ഒരു സൈഡ്, അതായത് എൻ്റെ ഈ ലെഫ്റ്റ് കൈയിരിക്കുന്ന, അതായത് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇത്രയും ഇങ്ങനത്തെ ഒരു ലുക്കുണ്ടല്ലോ ബ്രോ, ഇത് കിട്ടില്ല ലുക്കാണ്. നിങ്ങൾ ആണെങ്കിൽ കുറച്ച് ഞാൻ പുറകിലോട്ട് ഇറങ്ങി നിന്നിട്ട് കാണിച്ചത്. ഈ ഒരു ആംഗിളിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ്, അതായത് കിട്ടില്ല വണ്ടിയാണ്. ബട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്നേ ഉള്ളൂ. കാരണം ഇത് ഉപകാരം ഇല്ലാണ്ടിരിക്കുന്നതല്ല, അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു DRL ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു ലെവലിലുള്ളതിൻ്റെ ഉള്ളതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രൊജക്ടറും കൂടെ ഓണാക്കുമ്പോൾ നല്ല പ്രകാശമുണ്ട്. ലൈറ്റിൻ്റെ കാര്യത്തിനൊന്നും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ ഷോകമായിട്ട് ഇതിൻ്റെ ലുക്ക് വൈസ് ഒന്നുമല്ല. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ടയേഴ്സ്, സ്വിംഗ്, പിന്നെ ഈ ഒരു ചിലയിടത്തുള്ള മെറ്റൽ ക്വാളിറ്റീസ്, ഇതെല്ലാം അവർ കുറച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രൈസ്, ഓഫ് കോഴ്സ് പ്രൈസ് റിഡക്ഷൻ്റെ കാര്യമായിട്ട് തന്നെയാണ് അവർ കുറച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് തരുന്നുണ്ട്. നമുക്കിതൊക്കെ വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. സിംഗാമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ബ്രേക്കിൻ്റെ കാര്യമാണെങ്കിൽ ബ്രേക്ക് കുറച്ച് ഷോക്കാണ്, അതായത് അത്യാവശ്യം ഹൈ സ്പീഡ്സിൽ പോയി പിടിക്കുമ്പോൾ എനിക്ക് ഫെയ്ഡ് ആവുന്ന പോലെ തോന്നി. സെറാമിക് ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന് നോർമൽ സ്പീഡ്സിലൊന്നും അല്ല, അതൊരു നിങ്ങളൊരു 140 ഒക്കെ ഇതിൻ്റെ ചെയ്യാൻ പറ്റുന്ന സ്പീഡ്സൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ആ ഒരു സ്പീഡ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ച് നിർത്തണമെങ്കിൽ ജസ്റ്റ് സെറാമിക്സ് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് നോർമൽ കേരളത്തിലെ റോഡിൽ ഓടിക്കാൻ ഇത് പറ്റിയതാണ്. പക്ഷേ ടയർ പറ്റിയതല്ല. ടയർ വൻ ഷോക്കാണ്. ടയർ കുറച്ചൊരു നിങ്ങളൊരു 120 ഒക്കെ പുഷ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഓബിൾസ് ടയേഴ്സ് ലേശ ഷോക്കാണ്. ടയറിന് ഗ്രിപ്പില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിട്ട്. നിങ്ങളത് എന്തായാലും ഫസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ടയേഴ്സ് മാറ്റിക്കോ. ബാക്കി ഒരു ബ്രേക്ക് പാഡും കൂടി മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞ് കപ്പുണ്ട്, അത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു 40 bhp വേണം, അതായത് ഒരു വലിയ വണ്ടിയുടെ ഫീല് വേണം, പവർ വേണം. ബട്ട് എനിക്കാണെങ്കിൽ എൻ്റെ ഈ കപ്പിൻ്റെ അകത്ത് ഒതുങ്ങും. അപ്പോൾ എന്താ, ബജാജുകാർ ഈ കപ്പിൻ്റെ അകത്ത് ഒതുങ്ങുന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 40 bhp ഉള്ള ഒരു എൻജിൻ, പവർഫുൾ എൻജിൻ, അതുപോലെ തന്നെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആയാലും ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അകത്തുള്ള ബ്രേക്കിംഗ് സിസ്റ്റം, പിന്നെ ഇതിൻ്റെ അകത്തുള്ള അഡീഷണൽ ഫീച്ചേഴ്സ്, ഈ ഒരു മീറ്റർ, അങ്ങനെ ചവറ എല്ലാം, എന്താ നമ്മുടെ റൈഡ് മോഡ്സ്, ത്രോട്ടിൽ ബൈ വയർ, സ്ലിപ്പർ ക്ലച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടി. നമുക്ക് എന്നിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരിറക്കിയതാണ്. കാരണം നിങ്ങൾ പുറത്തുള്ള യൂട്യൂബേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ കളിയാക്കും, എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ, അതായത് ക്വാളിറ്റി ഇഷ്യൂസ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ടാക്സ് കൊടുത്ത് എടുക്കുകയാണ് നമ്മൾ വണ്ടി. പുതിയ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ട് ടാക്സ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന CB യൂണിറ്റ്സിനൊക്കെ ചിലപ്പോൾ പ്രൈസ് കുറയുമായിരിക്കും വണ്ടിയൊക്കെ. സോ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്കും ബാക്കി ഡീറ്റെയിൽസും അല്ല. നമുക്ക് ഇനി അടുത്ത വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അതിന് മുന്നേ എക്സോസ് സൗണ്ട് ആയിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് എക്സോസ് സൗണ്ട് കേൾക്കാം. നമ്മുടെ എക്സോസ് നോട്ടം പറയാമോ? ഓക്കെ, കുറച്ച് ഫിനിഷിംഗ് കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡൊമിനാറിൻ്റെ ഒരു എക്സോസ്റ്റും കൂടി ആണെങ്കിൽ എടുത്ത് ആഡ് ചെയ്യാം. സ്റ്റിൽ അത് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്യും, ലുക്ക് ഉണ്ടാകുന്നേ ഉള്ളൂ. നമ്മുടെ RSൻ്റെ അകത്തൊക്കെ ഡൊമിനാറിൻ്റെ എക്സോസ്റ്റ് വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളെ? ലുക്കൊക്കെ കിട്ടില്ലായിരിക്കും, ബട്ട് വെയിറ്റ് നിങ്ങൾക്ക് ഡൊമിനാറിൻ്റെ എക്സോസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ളവർക്ക് അറിയാം, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു വെയിറ്റിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യാണ്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റൊക്കെ വയ്ക്കാം. അത് ഓൺ യുവർ റിസ്ക് ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ റോഡ് മോഡിലാണ്. അതായത് ഭയങ്കര അഗ്രസീവ് റെസ്പോൺസ് ഒന്നുമില്ല ത്രോട്ടിലൊന്നും, ഒരു ചെറിയൊരു ലാഗുള്ള ഒരു റെസ്പോൺസ്. അതായത് നോർമൽ നമ്മുടെ റോഡിൽ കൂടി കൊണ്ടു നടക്കാൻ പറ്റുന്നതിൻ്റെ ഒരു റെസ്പോൺസാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഈ സസ്പെൻഷനെ കുറിച്ച് പോയി കഴിഞ്ഞാൽ സസ്പെൻഷൻ 2 സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടിങ് രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഇരിക്കുന്നത്. അതായത് ചില വണ്ടികൾ ഡ്യൂക്കിനെ പോലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനത്ര ഹാർഡും അല്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ NS200ൻ്റെ പുറകെ സസ്പെൻഷൻ ആടി കളിക്കുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നം പറഞ്ഞു, അതുപോലത്തെ ഒരു പ്രശ്നമില്ല. ഇതൊരു മീഡിയം ലെവലാണ് ഇരിക്കുന്നത്. അതായത് റോഡിലുള്ള ഹമ്പുകളായാലും നമ്മുടെ കയ്യിൽ അടി വരുന്നില്ല. അതായത് നമ്മുടെ 100-ൽ പറഞ്ഞ പോലെ അത്രയും അടി നമുക്ക് കയ്യിലൊന്നും ഫീൽ ആവുന്നില്ല. ജസ്റ്റ് ഡാമ്പായി തന്നെ പോകുന്നുണ്ട്. നമുക്കങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സസ്പെൻഷൻ കോർണറിങ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടയറിൻ്റെ പ്രശ്നമില്ലാണ്ട് നമുക്ക് വേറൊരു പ്രശ്നം തോന്നിയില്ല. അതായത് ഭയങ്കര സോഫ്റ്റും അല്ല ഭയങ്കര ഹാർഡും അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് സസ്പെൻഷൻ. നമുക്കെപ്പോഴും നമ്മുടെ പഴയ ഡൊമിനാർ 400-ൽ ആ ഒരു വിസിലിംഗ് സൗണ്ട് ഇതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. സെയിം എൻജിൻ ഏതാണ്ട് അതേപോലെ ആയതുകൊണ്ടായിരിക്കണം നമുക്ക് ആ ഒരു വിസിലിംഗ് സൗണ്ട്, അതായത് ഡൊമിനാറിൽ വരുന്ന സെയിം വിസിലിംഗ് സൗണ്ട് തന്നെ നമുക്കിതിൽ ഈ ഒരു എക്സോസ്റ്റ് നോട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. എൻജിൻ വോയിസിൽ നിന്ന് വരാറുണ്ട്. നമുക്ക് ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അണ്ടർ റേറ്റഡ് വണ്ടി എന്ന് വേണം പറയാൻ. അതായത് നമുക്ക് ആരും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അങ്ങനെ ആരും ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ വിട്ടുപോയ വണ്ടികളില്ലേ, അത് കുറേ മീൻസ് നമ്മുടെ മോജോ, XT അങ്ങനത്തെ ഒരു സീരീസ്
പീസ് വണ്ടിയാണ്. കാരണം ഇതിലിപ്പോൾ നമുക്ക് റോഡിലിപ്പോൾ അധികം വണ്ടി കാണാറില്ല. കാരണം ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു വണ്ടിയാണ്. നമ്മളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇത് ഒരിക്കലും നമുക്ക് മോജോക്കെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിമാൻഡ് വന്നു തുടങ്ങി. അടുത്തതിൻ്റെ മിറേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിറേഴ്സ് നമ്മുടെ ഡൊമിനാറിൽ വരുന്ന സെയിം മിറേഴ്സ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മുടെ കൈ കാണാൻ പറ്റുമെങ്കിലും അല്ലാണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി തരുന്ന ഒരു മിറേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ അതായത് നമ്മുടെ ഒരു ടോപ്പ് സ്പീഡ് റണ്ണിലൊന്നും വൈബ്രേഷനിൽ അത്രയും പ്രശ്നമായിട്ടൊന്നുമില്ല, നല്ല വിസിബിലിറ്റി ഉള്ള മിററൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റബിലിറ്റി കുറച്ച് ടാസ്ക്കാണ്. അതായത് മീൻസ് കുറച്ച് ഓവർ ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിൻ്റെ മിറേഴ്സ് എന്ന് പറയുമ്പോൾ. അത് വേറെ പ്രശ്നമായിട്ടൊന്നുമല്ല പറയുന്നത്, അത് നമ്മൾ ഈ റണ്ണിങ്ങിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി. അതെവിടെയെങ്കിലും നിർത്തിയിട്ടൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നി. ഇങ്ങനത്തെ റോഡും പോട്ട് ഹോൾസൊക്കെ ഭയങ്കരമായിട്ട് ഡാമ്പാവുന്നതെന്നല്ല, എന്നാലും നമ്മുടെ ചില വണ്ടി ഡ്യൂക്കിനെ പോലത്തെ അത്രയും ഹാർഡല്ല. നമുക്ക് എന്നാലും ഇങ്ങനത്തെ റോഡിൽ കൂടി നമുക്ക് അത്യാവശ്യം വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ ടോട്ടലി ഇല്ല. ഭയങ്കര ക്ലീൻ വണ്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു ഒരു അഗ്രസീവ് ഫീൽ വരുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഈ ഒരു വണ്ടിയിൽ പലയിടത്തായിട്ടും പല ടൈമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് എന്നല്ല, നമുക്ക് ടോപ്പ് സ്പീഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ എത്രയാണ്. നമുക്കൊന്ന് 0 to 60 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇതുവരെ റോഡിലാണ് ഇട്ടിരുന്നത്. നമുക്കതിനെ ഒന്ന് സ്പോർട്സ് മോഡിലോട്ട് ഇട്ട് നോക്കാം. നമുക്കതിൽ നമുക്ക് അതിൻ്റെ ഒരു റിയൽ ടൈം ഒരു ഇത് അറിയാൻ പറ്റും, അതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റും. നമുക്കപ്പോൾ മോഡ് മാറ്റിയിട്ടുണ്ട് നമ്മളിത്. നിങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആക്സിലറേഷൻ കണ്ടില്ലേ, റോ പവറാണ് നമുക്ക് ഡെലിവർ ആവുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ ഓരോ ഗിയറിലും ചെറിയൊരു ഒരു വീലി, നമ്മുടെ പവർ വീലി പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും നല്ല പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞാനിത് സ്റ്റോക്ക് ടയറിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം സ്റ്റോക്ക് ടയറിൽ നിങ്ങൾ ഒരു 90 പോകുമ്പോൾ തന്നെ ടാങ്ക് സ്ലേപ്പർ പോലെയുള്ള സാധനങ്ങൾ വരാനുള്ള ചാൻസസ് ഈ ഒരു ടയറിലുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ 390s പോലെ ഇതിനും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു 390cc അല്ലെങ്കിൽ ഒരു 400cc ചൂടാവുന്നത് പോലെ വണ്ടി ചൂടാവുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വലിയ, അതായത് നമ്മുടെ ബോഡിയിൽ അടിച്ച് കയറുന്നില്ല, നമ്മുടെ കാലിൻ്റെ ആ ഒരു സൈഡിൽ കൂടി തന്നെ അതങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ മീറ്ററിൻ്റെ വിസിബിലിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മീറ്ററിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു LCD അതുപോലെ തന്നെ ഒരു TFT ഡിസ്പ്ലേയും കൂടി ചേർന്ന് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് വെയിലത്താണെങ്കിൽ ആ ഒരു ബ്ലൂ കളർ മാത്രമേ നമുക്കിങ്ങനെ കാണാൻ പറ്റുമെങ്കിലും ബട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഈ സ്പീഡോ ആയാലും RPM ആയാലും നമുക്ക് അത്യാവശ്യം എത്ര വെയിലത്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹിമാലയൻ ചെയ്തപ്പോൾ ഹിമാലയനിൽ ഈ വെയിലത്ത് പോകുമ്പോൾ നമുക്ക് ഈ കളർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇതിലില്ല. നമ്മുടെ ഫുഡ് പെക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് പെക്ക് എന്ന് പറയുമ്പോൾ റൈഡർ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് തന്നെയാണ് ഫുഡ് പെക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാണ്. നോർമൽ നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാണ് ഇരിക്കേണ്ടത്. കാരണം കുറച്ചും കൂടി പുറകിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ലീനായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയാം. ഓക്കെ, അത്യാവശ്യം ഹീറ്റായിട്ട് ഫാൻ ഓണായി. ഫാൻ അപ്പം തന്നെ ഓഫായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ NS200 ഓണറാണ്, നിങ്ങൾ NS200 ഓടിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കുറച്ച് അപ്ഗ്രേഡ് വേണം. നിങ്ങൾ ഇരിക്കുന്ന ഒരു 200cc ആണ്. ഇപ്പോൾ ഒരു RTR 200 ആണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിൽക്കുമെന്നൊന്നും ഞാൻ ഫുള്ളി പറയുന്നില്ല. നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാം. അങ്ങനത്തെ ഒരു ബൈക്കാണ്. അല്ലാണ്ട് ഫുള്ളി നിങ്ങളുടെ മറ്റേ ടേംഡ് അനിമൽ പോലെയൊന്നുമല്ല. കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയ്യിലൊന്ന് പോകും, 100% ഉറപ്പാണ്. ഓഫീസിലൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈവേ അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസിലൊക്കെയാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ വണ്ടി വേണം. അങ്ങനെയൊക്കെ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. പിന്നെ
ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെ മുടക്കിയില്ലെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റിൽ എന്തായാലും മുടക്കണം, ഹെൽമെറ്റ് നിങ്ങളുടെ ഗിയേഴ്സെല്ലാം മുടക്കണം. ആദ്യം തന്നെ ഈ ഫ്രണ്ട് ടയർ മാറ്റിക്കോ. അത് വേർത്താണ് മാറ്റിക്കഴിഞ്ഞാൽ. മാറ്റിയില്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫ്രണ്ട് ടയറിൽ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. എനിക്ക് ആ കൂടി കോൺഫിഡൻസ് അല്ലെങ്കിൽ മോശമായിട്ട് വന്നിട്ടുള്ള MRFിൻ്റെ ആ ടയർ മാത്രമാണ്. നിങ്ങളിത് ഒരു NS ആയിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത്. നിങ്ങളിതൊരു നമ്മുടെ 3rd ജനറേഷൻ അല്ലെങ്കിൽ 2nd ജനറേഷൻ ഡ്യൂക്കുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബിഗിനറിലൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരുവിധം എല്ലാ റിവ്യൂ ചെയ്യുന്നവരുടെയും കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ബിഗിനേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ബിഗിനറൊന്നുമല്ല, ഞാൻ ഈ വണ്ടി ഓടിച്ചു ആ വണ്ടി ഓടിച്ചു. ബ്രോ, ഇവിടെ നിന്ന് അവിടം വരെ ഓടിക്കുന്നതല്ല ഒരിക്കലും വണ്ടി ഓടിക്കുന്ന കാര്യം. അത്യാവശ്യം നമ്മളെന്താ കിലോമീറ്റേഴ്സ് ഓടിച്ച് നമ്മുടെ കയ്യിൽ പരിചയമായി, വണ്ടിയും നമ്മളുമായിട്ട് ടേം ആവണം. അതൊരു ഒരു പെട്ടെന്നൊരു സിങ്ക് ആവണം. അതാണ് ഞാൻ പറയുന്നത്. ബിഗിനർ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് അവിടം വരെ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇതിൻ്റെ ടയറായാലും ബ്രേക്കിംഗ് ആയാലും ഇവിടെ നിന്ന് അവിടം വരെ പോയി ഓക്കെ, നിങ്ങൾക്ക് എൻജിൻ ചിലപ്പം മനസ്സിലാവും, സൗണ്ട് മനസ്സിലാവും, പവർ ഉണ്ടെന്നറിയാം, നല്ല സൗണ്ടും ഉണ്ട്. അവിടെ നിന്നപ്പോൾ ബ്രേക്കും പിടിച്ചപ്പോൾ നിന്ന്. ഇത്രയും മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നിങ്ങളൊരു 30 കിലോമീറ്ററോ 20 കിലോമീറ്ററോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മിനിമം 15 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഫോൾട്ട്സ് ഉണ്ട്, ഇതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ഞാൻ എക്സ്പേർട്ട് ആയെന്നൊന്നും അല്ല പറയുന്നത്. അങ്ങനെ അത്യാവശ്യം ഓടിക്കും വേണം നമുക്ക് ആ വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുക. എനിക്ക് വണ്ടിയുടെ ഗിയർ മാറ്റാൻ അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ സ്റ്റിൽ എ ബിഗിനർ എന്നും പറഞ്ഞ് ഞാനിത് എടുക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ടൈം വേണം, എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് ദാസ. ആ ഒരു സ്കീമിൽ വേണം നിൽക്കാൻ വേണ്ടി. ആദ്യം നിങ്ങളൊരു സ്പ്ലെൻഡറോ അല്ലെങ്കിൽ MT അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള വണ്ടികൾ സെക്കൻഡ്സ് എടുത്ത് പഠിച്ചോ. എന്നിട്ട് നിങ്ങളൊരു ഹൈ ലെവൽ വണ്ടിയിലോട്ട് കയറിയാൽ മതി. കാരണം ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഈ വണ്ടികളിൽ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഒരു കപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഫുൾ പവർ പാക്കേജാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ബേസ് ഉള്ള ഒരാൾ നോക്കുന്നത്, അതായത് അഫോർഡബിൾ പെർഫോമൻസ് പാക്കേജായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ 390 ഇറങ്ങിയപ്പോൾ എല്ലാവരും പോസ്റ്റിൽ കയറി, കുറേ ഒരു ആക്സിഡൻറ്റ്. അതെന്താ വണ്ടിയുടെ പ്രശ്നമല്ല, അത് റൈഡറിൻ്റെ പ്രശ്നമാണ്. റൈഡർ എന്താ ആർക്കും അറിഞ്ഞൂടാ, അത്രയും വലിയ പവർ ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണെന്ന് അവർക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരിക്കലും അതൊരു വണ്ടിയുടെ ഫോൾട്ടായിട്ട് എനിക്കൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫോൾട്ട് എന്ന് പറയാൻ വലുതായിട്ടൊന്നും എനിക്കിതിൽ പറയാനില്ല. കാരണം ഇതെല്ലാം എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു പാക്കേജിൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർ തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്ര രൂപ കൊടുക്കുന്നു, അതായത് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്കിങ്ങും ഇതിൻ്റെ ടെസ്റ്റ് ടൈമും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസും നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫേഴ്സും എല്ലാം അവർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. ചാടി കയറി എടുക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ വണ്ടിയായിട്ട് സിങ്ക് ആവുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നിങ്ങളിപ്പോൾ OLX നോക്കി അറിയാം. ചിലപ്പോൾ ചില വണ്ടികൾ ഇട്ടിട്ടുണ്ടാവും 300 കിലോമീറ്റർ 500 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി വിൽക്കായിട്ടിരിക്കുന്നത്. കാരണം അവർക്കുമായിട്ട് അത് സിങ്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടുന്നത്. സോ നിങ്ങൾ അതേപോലെ ഒരു അവസ്ഥ വരാണ്ടിരിക്കണം. പിന്നെ ഒരാളുടെ റിവ്യൂവിൽ എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര പൊക്കി പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയി എടുക്കുന്നത് എന്ന് പറയണമെങ്കിൽ ബ്രോ, അതിന് ഇപ്പോൾ ഓരോ റിവ്യൂസും പറയുന്നതെന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവർക്ക് ആ വണ്ടിയിൽ എന്ത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യം ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടീനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. എനിക്കിങ്ങനെ ഷോ ചെയ്ത് തരാൻ പറ്റുമോ, അതായത് ഈ വണ്ടി എടുക്കണമെന്നൊന്നും ഞാൻ പറയാനില്ല. എനിക്കിതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ് സൈഡും നോക്കാം. ഇതിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് 390 ആയിട്ടാണ്. സോ നിങ്ങൾ ആ ഒരു പ്രൈസും കൂടി വെച്ച് നോക്കണം. 390യുടെ പ്രൈസും ഇതിൻ്റെ പ്രൈസും അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ തന്നെ നമുക്ക് ടയറിൻ്റെ കാര്യമാണ്. ടയർ ലേശം ഷോക്കാണ്, നല്ല ഷോക്കാണ് ടയർ. അതുപോലെ തന്നെ അടുത്ത ബ്രേക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ബ്രേക്കായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഹാർഡ് ബ്രേക്ക് ഒന്നുമല്ല. അതായത് നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന, അതായത് 390 പോലത്തെ ബ്രേക്ക് ഒന്നുമല്ല. കുറച്ചൊന്ന് ഒരു സോഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്രേക്കാണ് വരുന്നത്. എനിക്കത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വേറെ വലിയ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ചില സമയത്ത് ഇതിൻ്റെ ത്രോട്ടിൽ ചെറിയൊരു ഇഷ്യൂ തോന്നി. അതായത് ഒരു ചെറിയൊരു ലാഗ് പോലെ തോന്നി. അത് സ്പോർട്സ് മോഡിലല്ലായിരുന്നു, റോഡ് മോഡിലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ മോഡ് മാറ്റിയപ്പോൾ അത് ആ ഒരു ഇഷ്യൂ സോൾവ് ആയി. സീറ്റിൻ്റെ കാര്യമായാലും ഒരു പ്രീമിയം ഒരു സീറ്റ് സെറ്റപ്പ് അല്ല, ഡൊമിനാറിൽ വരുന്ന പോലത്തെ സീറ്റൊന്നും അല്ലാതെ വരുന്നത്. നമുക്ക് ഈ ഒരു സീറ്റൊക്കെ ഇതൊക്കെ സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ടയറിൻ്റെ കാര്യം നിങ്ങൾക്ക് ടയർ മാറ്റിയിടാം. അതായത് നമ്മുടെ ഇപ്പോൾ അപ്പോളോയുടെ ഏതെങ്കിലും ആൽഫ H1 അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടയർ ഇട്ടാൽ കുറച്ചും കൂടി കൊള്ളായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ബ്രേക്ക് പാഡ്സ് ആണെങ്കിൽ സിൻഡഡോ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സെറാമിക് ബ്രേക്ക് പാഡ്സോ അങ്ങനത്തെ ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സീറ്റും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം കസ്റ്റം ചെയ്യാൻ പറ്റും. വെൻഡേറ്റ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ട്. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ഫുള്ളി കസ്റ്റം ചെയ്ത് തരാൻ പറ്റും. ഞാൻ അവരുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല,
ഇഷ്ടംപോലെ ടീംസ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും വേറെ ടീം അറിയാമെങ്കിലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ആദ്യത്തെ കാര്യം ആലോചിക്കുക, ഇതൊരു 390cc അല്ലെങ്കിൽ ഇതൊരു 400cc കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതായത് ഒരു 400cc ഓക്കെ, നിങ്ങളൊരു 400cc വണ്ടിയായിട്ട് തന്നെ കണക്കാക്കിക്കോ. അപ്പോൾ അത്രയും കുടിക്കും. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു 25 to 28 അകത്തൊക്കെയാണ് വരുന്നത്. അകത്താണ് വരുന്നത്. 25 ഒന്നും കിട്ടുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു 20 to 25 അല്ലെങ്കിൽ 27 അകത്ത് നിങ്ങൾ കൂട്ടിക്കോ. അത്രയും ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഇതിൽ കിട്ടുന്നത്. പലർക്കും പല ഫ്യൂൽ എഫിഷ്യൻസിയാണ് കിട്ടാറ്. കാരണം ഓരോരുത്തരുടെ റൈഡിങ് നമ്മുടെ ഡിഫറൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ ഓടിച്ച പോലെയാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 23, 24 അകത്തൊക്കെ അല്ലെങ്കിൽ ഒരു 25 അകത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 20+ ഇപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ അങ്ങനെ ചുളുങ്ങിക്കാണ്. ചിലവരുടെ മുഖം ചുളുങ്ങും. കാരണം 20+ എന്ന് കേൾക്കുമ്പോൾ ബ്രോ ദിസ് ഈസ് എ 400cc, അത് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ ബൈക്സിലോട്ട് പോകേണ്ടി വരും. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഏതാണ്ട് വണ്ടികൾക്കും ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ്. പിന്നെ നിങ്ങൾ ഓടിക്കും പോലെ ഇരിക്കും. ചിലവർ എന്ന് പറയും ഇപ്പം 28 ഒക്കെ കിട്ടുമായിരിക്കും എന്ന്. 28 അത് അവരുടെ ഓടിക്കുന്നത് പോലെയാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരങ്ങനത്തെ അവരുടെ ത്രോട്ടിൽ റെസ്പോൺസും അവർ അതിനനുസരിച്ച് നമുക്ക് ഓരോ ഫ്യൂൽ എഫിഷ്യൻസി മാറിക്കൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ചില വീഡിയോസിൽ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ കിട്ടിയല്ലോ, പിന്നെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടാണ് ഇത് കാര്യം പറയുന്നതെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് നിങ്ങളൊരു ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെ ആയിരിക്കും കിട്ടുക. അത് ഓരോ ഫസ്റ്റ് സർവീസൊക്കെ കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. സ്റ്റിൽ അത്രയും ഫ്യൂൽ എഫിഷ്യൻസി ആയിരിക്കും കിട്ടുക. അത്രയും പവറും ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അടുത്തതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും പവർഫുൾ പാക്കേജ് വരുന്നുണ്ട്. ഫുൾ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള മീറ്റർ കൺസോൾ വരുന്നുണ്ട്, ഇത്രയും അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പിന്നെ വൈബ്രേഷൻസ് കുറവാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കൊരു ഓൾറൗണ്ട് വണ്ടിയായിട്ട് വേണമെങ്കിൽ വെച്ചിരിക്കാം. വിൽക്കണ്ട അങ്ങനത്തെ സ്കീമിലൊക്കെ ഉള്ള വേണമെങ്കിൽ വെച്ചിരിക്കാം. ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്താലും ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. സോ എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരുന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ എന്തെങ്കിലും ഓൺ റോഡ് പ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ കുറച്ച് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിവിടെ എന്തായാലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ കളർ നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ വൈറ്റ് കളർ കുറച്ച് ഇഷ്ടമായിട്ട് തോന്നി, കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ NS400 റിവ്യൂ.